ഹായ് കുഞ്ഞുങ്ങളെ, നമ്മൾ യുവകവി പ്രഭാതിൻ്റെ ബീർബഹുട്ടി എന്ന പാഠഭാഗത്തിലെ 2 ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. എന്താണ്? दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. कोई उसे होय हे होय सफ़ेद पट्टी कह रहा था तो कोई सुल्ताना टाकू तो कोई कुछ और कहकर चिढ़ा रहा था. ये क्या हो गया बेला? साहिल ने परेशान होते हुए पूछा. छत से गिर गई, बेला ने हंसते हुए कहा. और कहा, बहुत दिन हो गए, आज घेलघंडी में गांधी चौक में लंगड़ी डांग खेलेंगे. नहीं खेलेंगे, तेरे सिर में फिर से लग जाएगी तो. नहीं लगेगी, बेला ने जिद की और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी घेलघंडी लंगड़ी डांग खेले. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. എന്താ ഇവിടെ പറയുന്നത് നോക്കാം. ദീപാവലിയുടെ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നു. അപ്പോൾ ബേല സ്കൂളിലേക്ക് വന്നു. സ്കൂളിൽ വന്നപ്പോൾ ബേലയുടെ തലയിൽ ഒരു സഫേദ് പട്ടി ബന്ദീതി എന്ന് വെച്ചാൽ ഒരു വെളുത്ത തുണി കൊണ്ടുള്ള ബാൻഡേജ് ഉണ്ടായിരുന്നു എന്ന്. കോയി ഉസേ ഹോയ് ഹേ ഹോയ് സഫേദ് പട്ടി. ക്ലാസ്സിലെ കുട്ടികൾ അവളെ കളിയാക്കി സഫേദ് പട്ടി എന്ന് വിളിച്ച് കളിയാക്കി, അതായത് വെളുത്ത ബാൻഡേജ് എന്ന് വിളിച്ചു. മറ്റു ചിലരാവട്ടെ സുൽത്താന ടാക്കു എന്ന് വിളിച്ച് കളിയാക്കി. സുൽത്താന ടാക്കു എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു കൊള്ളക്കാരനാണ്. അദ്ദേഹം മിക്കവാറും തലയിൽ ഇതുപോലെ ഒരു കെട്ടുമായിരുന്നു. അതാണ് സുൽത്താന ടാക്കു എന്ന് വിളിച്ച് കളിയാക്കിയത്. ഏ ക്യാ ഹോ ഗയാ ബേല? ഇതെന്ത് പറ്റിയതാണ് ബേല? സാഹിലിനെ പരേഷാൻ ഹോത്തെ ഹുയെ പൂച്ച. പരിഭ്രമിച്ചുകൊണ്ട് സാഹിൽ ചോദിച്ചു, ഇതെന്ത് പറ്റിയതാണെന്ന്. ചത്ത് സെ ഗിർ ഗയി, മച്ചിൽ നിന്നൊന്ന് വീണു. ബേലാനെ ഹസ്തെ ഹുയെ കഹ, ബേല ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ബഹുത്ത് ദിൻ ഹോ ഗയേ, കുറേ ദിവസമായില്ലേ. ആജ് ഖേൽഖണ്ഡിമേ ഗാന്ധി ചൗക്കുമേ ലങ്കടി ഢാങ്ക് ഖേലെങ്കെ. ഇന്ന് നമുക്ക് ഡ്രിൽ പീരീഡ് ഗാന്ധി സ്ക്വയറിൽ പോയിട്ട് എന്ത് ചെയ്യണം? ലങ്കടി ഢാങ്ക് ഖേലെങ്കെ, അതായത് ഞൊണ്ട് കളിക്കണം. അതായത് ഒറ്റക്കാലിൽ ചാട്ടമെന്നും പറയും. നാട്ടിൻ പുറത്തൊക്കെ കുട്ടികൾ കളിക്കാറുള്ളൊരു കളിയാണിത്. ഒരു കഷ്ണം കല്ലോ ഓട് കഷ്ണമോ വല്ലതും ഇട്ടിട്ട് അതിനെ ചവിട്ടി അടുത്ത കളങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കളിയാണിത്. നെയ്യും ഖേലെങ്കെയാ, കളിക്കണ്ട. തേരെ സിർമേ ഫിർസെ ലഗ് ജായകിത്തോ. അവിടെ തൻ്റെ കൂട്ടുകാരിയോടുള്ളൊരു കരുതലാണ് സാഹിൽ അവിടെ പ്രകടിപ്പിക്കുന്നത്. വേണ്ട, കളിക്കണ്ട, നിൻ്റെ മുറിവിന് ഇനി എന്തെങ്കിലും പറ്റിയാലോ എന്ന്. അപ്പോൾ ബേല എന്താ പറയുന്നത് നോക്കാം. നെയ് ലഗേഗി, ഒന്നും പറ്റില്ല. ബേലാനെ ജിദ്ദി, ബേല നിർബന്ധം പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी घेलघंडी लंगड़ी डांग खेले. അങ്ങനെ മുഴുവൻ കുട്ടികളോടൊപ്പം ഗാന്ധി സ്ക്വയറിൽ പോയിട്ട് അവിടുത്തെ മണൽത്തിട്ടിൽ, ബാലു എന്ന് വെച്ചാൽ മണ്ണ്, അവിടുത്തെ മണ്ണിൽ പൂരി കേൾഗണ്ടി ലങ്കടി ടാങ്ക് കേലെ മുഴുവൻ സമയവും കളിപ്പിരീഡ് മൊത്തം അവരെന്ത് ചെയ്തു? ലങ്കടി ടാങ്ക് കളിച്ചു. ഇൻ ബച്ചോങ്കോ അപ്പനെ ചാരോമോർ ഖേൽത്തെ ദേക്ക് കറി. ഈ കുട്ടികൾ തൻ്റെ ചുറ്റിനും കളിക്കുന്നത് കണ്ടപ്പോൾ ഗാന്ധിജിക്ക് മൂർത്തി ഐസി ദിഖായി പടുത്തി. ഗാന്ധിജിയുടെ മൂർത്തി ഇങ്ങനെ കാണപ്പെട്ടു. എങ്ങനെ? ഔർ സമയസേ കുച്ച് അധികം മുസ്കുറാ രഹിയോ, എപ്പോഴും പുഞ്ചിരിക്കാറുള്ള പ്രതിമ കൂടുതൽ പുഞ്ചിരിക്കുന്നതായി കവിക്ക് തോന്നിയെന്ന്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാന്ധിജിക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ കുട്ടികൾ ചുറ്റിനും കളിക്കുന്നത് കണ്ടപ്പോൾ ഗാന്ധിജി കൂടുതൽ സന്തോഷിച്ചു എന്നാണ് ലേഖകന് തോന്നിയത്. ഇനി അടുത്ത ഭാഗം നോക്കാം. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. वह एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेला गड़ी है, सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. सफ़ेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते. 5वीं कक्षा का रिजल्ट आ गया. दोनों छड़ी में आ गए. यह स्कूल 5वीं तक ही था. എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ തൻ്റെ വീട്ടിലെ നീംകെ പേട് എന്ന് വെച്ചാൽ വേപ്പുമരത്തിൻ്റെ ഡാലി പകടുക്കർ ചില്ല പിടിച്ചുകൊണ്ട് ജൂം രഹാദ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വഹയൊക്കെ സ്റ്റൂൾ പർ ചടുക്കർ ജുൽത്താദ, അവനൊരു സ്റ്റൂളിൽ കയറിൽ നിന്നുകൊണ്ടാണ് ആടിയിരുന്നത്. അചാനക് ടൂട്ടെ സ്റ്റൂൾ കീയൊക്കെ കീഴ് സാഹിൽ കീ പിണ്ടലിമേ ലേഗയി. പെട്ടെന്ന് പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു
എന്താ പറയുക, ആണി അവൻ്റെ കാലിൽ കൊണ്ടുകയറി. പിണ്ടലി എന്ന് വെച്ചാൽ മുട്ടിന് പുറകിലുള്ള ഭാഗമാണ്. 1 ഇഞ്ച് ഗഹര ഗട്ടാ ഹോ ഗയ, 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവുണ്ടായി. ഉസെ സർക്കാരി ആസ്പതാൽ മേ പട്ടി ബന്ധുവാനെ കെ ലിയെ ലേ ജായ ഗയ, അവനെ സർക്കാർ ഹോസ്പിറ്റലിൽ ബാൻഡേജ് ഇടുന്നതിനായിട്ട് കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി 2 ലോഗോं को छोड़कर आगे ബേല ഖടി ഹെ, അവൻ നോക്കിയപ്പോൾ 2-3 ആളുകൾക്ക് മുൻപിലായി ബേല നിൽക്കുന്നു. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹെ, അവളും ബാൻഡേജ് കെട്ടാനായി വന്നതായിരുന്നു. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते. സ്കൂളിൽ വരുമ്പോഴും പോകുമ്പോഴും ക്ലാസ്സിലും മറ്റു പലയിടത്തും 2 കുട്ടികളെ ഇങ്ങനെ കണ്ടു. എങ്ങനെ? ഒരാളെ സിർ പർ പട്ടി ബന്ദി ഹോത്തി തി, ഒരാളുടെ തലയിൽ ബാൻഡേജ് ചെയ്തിരുന്നു. ഏകി പിണ്ടലിയും, ഒരാളുടെ കാലിലും. അതായത് സാഹിലും ബേലയും എപ്പോഴും ഒന്നിച്ച് സ്കൂളിൻ്റെ പരിസരത്ത് പലയിടത്തും കണ്ടുവന്നു. സഫേദ് പട്ടി വാലെ ഏതോനോ കഹിംബർ ബി സാത്ത് ഹി ദിഖായി ദേത്തെ, ഈ വെളുത്ത ബാൻഡേജ് ഇട്ട ആളുകൾ എപ്പോഴും ഒന്നിച്ചാണ് കാണപ്പെട്ടതെന്ന്. 5वीं കക്ഷ കാ റിസൾട്ട് ആകുക, 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ദോനോ ചടിമേ ആകുക, 6ാം ക്ലാസ്സിലെത്തി. യഹ് സ്കൂൾ 5वीं തക്ക് ഹിത, അത് 5ാം ക്ലാസ് വരെയുള്ള സ്കൂളായിരുന്നു. സാഹിൽ അബ് തും കഹാം പഠോഗേ, സാഹിലേ നീ ഇനി എവിടെയാണ് പഠിക്കുന്നേ? ബേലാനെ പൂച്ച, ബേല ചോദിച്ചു. അവർ തും കഹാം പഠോഗി ബേല, നീ എവിടെയാണ് പഠിക്കുന്നത്? സാഹിലിനെ പൂച്ച, സാഹിലും ചോദിച്ചു. मेरे पापा कह रहे थे कि तुझे राजकीय कन्या പാഠശാല में पढ़ाएंगे और तुम, എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടു എന്നെ സർക്കാർ ഗേൾസ് ഹൈസ്കൂളിലാണ് ചേർക്കുന്നതെന്ന്. അതായത് രാജകീയ കന്യാ പാഠശാല, സർക്കാർ ഗേൾസ് സ്കൂള്. മുझे അഗലെ സാൽ അജ്മീർ ഭേജ് देंगे, എന്നെ അജ്മീറിലേക്ക് അയക്കും എന്നാണ് പറഞ്ഞത്. വഹാ മേക്ക് ഹോസ്റ്റൽ ഹേ, അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട് അത്രേ. ഘർ സെ ദൂർ വഹാ അകേല രഹൂങ്ക, അവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കണം. ക്യോ സാഹിൽ, അതെന്തുകൊണ്ടാ സാഹിൽ? പത്താനഹിക്കും, എനിക്കറിയില്ല എന്താണെന്ന്. തോ യാനിക്ക് അബ് തു ഫുലേറ മേം ഹി നെഹി രഹോഗി, അപ്പം നീ ഇനി ഈ ഫുലേറയിൽ കാണില്ല? നഹിം, ഇല്ല. തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന, നിൻ്റെ റിപ്പോർട്ട് കാർഡ് കാണിച്ചേ. സാഹിൽ बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छूकर देख रहा था. അതായത് ബേലയും സാഹിലും പിരിയാൻ പോവുകയാണ്. ഈ കഥയുടെ ഒരു ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് അവർ പിരിയുന്നതെന്ന് വെച്ചാൽ, ഈ സ്കൂള് 5ാം ക്ലാസ് വരെയുള്ളൂ. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കണേ, ഇനി അവർ വേറെ സ്കൂളിൽ പോകണം. അപ്പോൾ ബേലയെ ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഫുലേറ ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു സ്കൂളിലാണ് ചേർക്കുന്നത്, രാജകീയ കന്യാ പാഠശാല. സാഹിലാകട്ടെ അജ്മീറിലുള്ള ഒരു ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് കാർഡ് പരസ്പരം നോക്കി. സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കി, ബേല സാഹിലിൻ്റെയും. ആജ് ആഖിരി ബാരി, ഇന്ന് അവസാനമായി അവർ ഒരാൾ മറ്റൊരാളുടെ വസ്തുവിനെ തൊട്ടു നോക്കുകയായിരുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇനി അവർ തമ്മിൽ പരസ്പരം കാണില്ലേ എന്ന് അവർക്ക് അറിയാം. തുമാരി ആങ്കുമേ ആസു ക്യോ ആ രഹാ ഹെ ബേല, നിൻ്റെ കണ്ണിൽ എന്താണ് കണ്ണുനീർ നിറഞ്ഞിരിക്കുന്നത് ബേല? മുച്ചയ്ക്ക് ആപത, എനിക്കറിയില്ല. ബേലാനെ ഡബ് ഡബായി ആങ്കോംസെ ഹസ്തേ ഹുയെ കഹ, നിറഞ്ഞ കണ്ണുകളോടുകൂടി ചിരിച്ചുകൊണ്ട് ബേല പറഞ്ഞു. സാഹിൽ കി ആങ്കേം ബീർ ബഹൂട്ടി കി തരഹ് ലാൽ ഹോനെ ലഗി ഥി, സാഹിലിൻ്റെ കണ്ണുകളും ബീർ ബഹൂട്ടിയെ പോലെ ചുവപ്പ് നിറമായി. ഉന്മേ ബാരിഷ് കി ബൂന്തോം സാ പാനി ഭർ ഗയ, മഴത്തുള്ളി പോലെ അവൻ്റെ കണ്ണുകളിലും എന്ത് ചെയ്തു? കണ്ണുനീർ നിറഞ്ഞിരുന്നു. മേ ചിടാവും അബുത്തുമേ രോനി സൂരജ് സാഹിൽ, ഞാൻ നിന്നെ കളിയാക്കാൻ പോവുകയാണ്, കരയുന്ന സാഹിൽ എന്ന് പറഞ്ഞിട്ട് ബേല അവനെ കളിയാക്കി. അടുത്ത ഭാഗം നോക്കാം. बारिशें आने में 1.5 महीना बाकी था, लेकिन यह बारिशों से पहले की बारिश का एक दिन था. आसमान में घटाएं घिरी थी, धूल भरी तेज हवाएं चल रही थी, पानी बरस रहा था. फुलेरा कस्बे की बादल छाई एक गली में 5वीं से 6वीं में चली गई एक लड़की जा रही थी. उसके भूरे बाल बीरबहुटियों के रंग के लाल रिबन से बंधे थे. दूसरी दिशा को जाती एक गली में 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था. इसकी पिंडली में बीरबहुटी के रंग का सा 1 इंच लंबा चोट का निशान था. അതായത് കഥയുടെ അവസാന ഭാഗമാണ്. ബാരിഷെ മാനേമേം 1.5 മഹീന ബാക്കിത, മഴക്കാലം വരാൻ ഇനി 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ യഹ് ബാരിഷോം സെ പെഹ്ലേക്ക് ബാരിഷ് കാ ഏക് ദിൻ ഥാ, അതായത് മഴയ്ക്ക് മുമ്പുള്ള ഒരു മഴയുടെ ദിവസമായിരുന്നു എന്നാണ്. ഇവിടെ എന്താ പറയുക, ബേലയും സാഹിലും സുഹൃത്തുക്കളായിരുന്നു. അവർ പിരിയുമ്പോൾ അവരുടെ ആ ഒരു
വിരഹവേദനയാണ് മഴയ്ക്ക് മുമ്പുള്ള മഴ, അവരുടെ ആ ഒരു കണ്ണുനീരിനെയാണ് അവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. ആസ്മാൻ മേ ഘടായം ഗിരീതി, ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം, ഘടായം ഗിരീതി എന്ന് വെച്ചാൽ മേഘങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു. ഘിർണ എന്ന് വെച്ചാൽ വളയപ്പെടുക, ഘടായം എന്ന് വെച്ചാൽ മേഘം, മേഘാവൃതമായിരുന്നു എന്ന് നമുക്ക് എടുക്കാം. ധൂൾബരി തേജ് ഹവായും ചൽ രഹി തി, ചില പൊടി പാറുന്ന കാറ്റ് വീശിയിരുന്നു. പാനി ബരസ് രഹാ ഥാ, മഴ പെയ്യുകയായിരുന്നു. ഫുലേറ കസ്ബയ്ക്ക് ബാദൽ ചായി ഏക്ക് ഗലീമേ, മേഘാവൃതമായ ഫുലേറ പട്ടണത്തിലെ ഒരു തെരുവിലൂടെ പാഞ്ച്വീം സെ ചടീമേം ചലി ഗയി ഏക്ക് ലടുക്കി ജാ രഹി തി, 5ൽ നിന്ന് 6ലേക്ക് ജയിച്ച ഒരു പെൺകുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു. ഉസ്കെ ഭൂരെ ബാൾ, അവളുടെ തവിട്ട് കലർന്ന മുടിയിൽ ബീർ ബഹുട്ടിയുടെ നിറത്തിലുള്ള ഒരു ചുവന്ന റിബൺ കെട്ടിയിരുന്നു. ദൂസരി ദിശാക്കോ ജാതി, അതായത് എതിർ ദിശയിലേക്ക് പോകുന്ന വഴിയിലൂടെ പാഞ്ച്വീം സെ ചടീമേം ഗയ ഏക്ക് 11 സാൽ കാ ലടുക്ക, 5ൽ നിന്നും 6ലേക്ക് ജയിച്ച ഒരു 11 വയസ്സുകാരൻ ആൺകുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇസ്കി പിണ്ടലിമേം, അവൻ്റെ മുട്ടിന് പിറകിലായി ബീർ ബഹുട്ടിയുടെ നിറമുള്ള 1 ഇഞ്ച് നീളത്തിലെ മുറിവിൻ്റെ അടയാളമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവൻ്റെ കാലിലും ഒരു മുറിവ് കെട്ടിയ ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. 2 ആത്മമിത്രങ്ങളുടെ കഥ നിങ്ങൾക്കിഷ്ടമായില്ലേ? ബേലയുടെയും സാഹിലിൻ്റെയും ആത്മബന്ധത്തിൻ്റെ ഊഷ്മളതയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇവിടെ നമുക്ക് 2 സൈഡ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന്, इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो, इसका मतलब क्या है? അതായത് ഈ കുട്ടികൾ ചുറ്റും കളിക്കുന്നത് കണ്ടപ്പോൾ ഗാന്ധി പ്രതിമ കൂടുതൽ പുഞ്ചിരിക്കുന്നതായിട്ട് ലേഖകന് തോന്നിയത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. അതിൻ്റെ ഉത്തരം ഞാൻ ലാസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യഹ് ബാരിഷോം സെ പഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻ ഥാ, കഹാനിക്ക് പ്രസംഗമേം യഹ് കൈസെ സാർത്ഥക ഹോത്താ ഹൈ, മഴയ്ക്ക് മുമ്പുള്ള ഒരു മഴയായിരുന്നു ഇതെന്ന് പറയുന്നത് ഈ സന്ദർഭത്തിന് എത്രത്തോളം അർത്ഥവത്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവും ഞാനിവിടെ കാണിക്കുന്നുണ്ട്, അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്.